പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ LDF പാളയത്തിൽ കലഹം സൃഷ്ടിച്ചുകൊണ്ട് ആ പാളയം വിട്ട ആൾ എന്നത് PV അൻവർ ആണ് എന്നത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ PV അൻവർ എവിടെയാണ് ഇത്തവണ മത്സരിക്കുന്നത് എന്നതും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കിയ ഒന്നായിരുന്നു. അവിടെ ഒരു ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ ആ ഉത്തരം എന്നത് ഒരുപക്ഷെ ഈ രാഷ്ട്രീയ കേരളം 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടത്തിന് കളം ഒരുക്കുന്ന മണ്ഡലത്തിൽ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അത് മറ്റൊരു മണ്ഡലവുമല്ല, ബേപ്പൂർ ആണ് എന്നതാണ്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആരാകും ബേപ്പൂരിന്റെ സുൽത്താൻ എന്നത് തന്നെയാണ്. ബേപ്പൂരിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്കാണോ സാഹചര്യങ്ങൾ എത്തുന്നത് എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി നമ്മൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, ബേപ്പൂർ എന്നത് ഇടതു കോട്ടയാണ്. അത് 1-2 വർഷമായല്ല ഈ ബേപ്പൂർ എന്നത് ഇടതു കോട്ടയായി തുടരുന്നത്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന മണ്ഡലം ആണ് ബേപ്പൂർ എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്നാൽ ഇത്തവണ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പോരാട്ടം ആണ് ബേപ്പൂരിൽ നടക്കാൻ പോകുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലം ആയി ബേപ്പൂർ മാറുന്നു. അതെന്തുകൊണ്ടാണ് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് PA മുഹമ്മദ് റിയാസിൻ്റേത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന തരത്തിലൊക്കെയുള്ള ആക്ഷേപങ്ങളടക്കം നേരിടുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയണം, മുഖ്യമന്ത്രിയുടെ മരുമകനാകുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും, കാരണം അദ്ദേഹം വർഗ യുവജന സംഘടനകളിലൂടെ കടന്നു വന്നിട്ടുള്ള ആളാണ്, DYFയുടെ ദേശീയ തലത്തിൽ അടക്കം പ്രവർത്തിച്ച ആൾ ആണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രയോഗങ്ങൾക്കൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയമായ കൃത്യമായ വളർച്ചയിലൂടെ തന്നെയാണ് മുഹമ്മദ് റിയാസ് കേരളത്തിൻ്റെ മന്ത്രിയായി മാറിയത്. അതുകൊണ്ട് തന്നെ റിയാസ് കളത്തിലേക്ക് ഇറങ്ങുന്നു. എതിരാളിയായി PV അൻവറും വരുമ്പോൾ ഒരു നേർക്കുനേർ പോരാട്ടം അവിടെ നടക്കുകയാണ്. ഒപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഇത്തവണ അവിടെ പോരാട്ടത്തിന് ഇറക്കുന്നത് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബുവിനെ ആണ്. എന്ത് തന്നെയാണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷമാണ് LDFന് ലഭിച്ചത്. 22,747 വോട്ടുകൾക്കായിരുന്നു അവിടെ LDF മേൽക്കൈ നേടിയത് എങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ LDFന്റെ മേൽക്കൈ കാര്യമായി ഇടിഞ്ഞു എന്ന് മാത്രമല്ല, അത് 1340 എന്നതിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്നു. ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ബേപ്പൂർ കനത്ത പോരിലേക്ക് പോകുമോ എന്ന സംശയം ഉണ്ടാകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ആണ് ചേരുന്നത്. അനീഷ്, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന നിരവധിയായ മണ്ഡലങ്ങൾ ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. 140 മണ്ഡലങ്ങളിൽ പലതും അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. എങ്കിൽ ബേപ്പൂരിന് പ്രത്യേകമായ ഒരു ശ്രദ്ധ ഇത്തവണ വരുന്നത് അവിടെ മുഹമ്മദ് റിയാസും PV അൻവറും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്നതുകൊണ്ടാണല്ലോ. എന്താണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, എന്താണ് പ്രതീക്ഷകൾ? അഭിലാഷ്, കേരളം ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ഇടമാണ് ബേപ്പൂർ. കാരണം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ വിസ്മയങ്ങളുടെ ഒരു തുടർച്ച രാഷ്ട്രീയ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് പ്രത്യേകിച്ചും മുൻകാലങ്ങളിൽ നിന്നും വിഭിന്നമായി LDFിൽ നിന്നും ആളുകൾ പരക്കെ കൊഴിയുന്നു. CPM പോലുള്ള അടിമുടി കേഡർ സ്വഭാവമുള്ള പാർട്ടിയിൽ നിന്നും ആളുകൾ കൊഴിയുന്നു. സുധാകരനാണെങ്കിലും കുഞ്ഞികൃഷ്ണനാണെങ്കിലും ഗോവിന്ദനാണെങ്കിലും ഏറ്റവും ഒടുവിൽ വരുന്ന കാരാട്ട് റസാഖാണെങ്കിലും ഒരുപാട് പ്രമുഖരായ ആളുകൾ, ഒരു കാലത്ത് ജനപ്രതിനിധികളായിരുന്നവർ അല്ലെങ്കിൽ പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ അവരോധിതരായവർ ഒക്കെയാണ് പാർട്ടി വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇത്തരത്തിലൊരു ഒഴുക്കിന് തുടക്കം കുറിച്ച ആൾ എന്നതാണ് PV അൻവറിനെ സമകാലിക രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. LDFിലെ ഒരു ഏറ്റവും വലിയ കടന്നൽ രാജ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ പിണറായി വിജയന്റെ പോരാളിയായി നിന്ന ആളാണ് PV അൻവർ. കോൺഗ്രസ് നേതാക്കളെയും എന്തിന് രാഹുൽ ഗാന്ധിയെ പോലും കടന്നാക്രമിക്കുന്നതിന് യാതൊരു മടിയും കാണിക്കാതിരുന്ന ആൾ കൂടിയാണ്. നമുക്കറിയാം, കോൺഗ്രസിന്റെ പാരമ്പര്യമാണ് PV അൻവറിനുള്ളത്. അദ്ദേഹം കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും ആയിരുന്നു മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ നിലമ്പൂരിലൊക്കെ. അതിനുശേഷമാണ് അദ്ദേഹം ഇടത് ക്യാമ്പിലേക്ക് വരികയും ഇടത് ക്യാമ്പിൽ വളരെ പെട്ടെന്ന് സ്വീകാര്യനായി മാറുന്നത്. അതായത് CPMൽ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും യുവജന രാഷ്ട്രീയത്തിലൂടെയും ഒക്കെ വരുന്ന നേതാക്കൾക്ക് അപ്പുറമുള്ള ഒരു പരിവേഷം സൃഷ്ടിക്കാൻ PV അൻവറിനാവുകയും ചെയ്തിരുന്നു. എന്നാൽ ആ അൻവറാണ് പിണറായി സൺ എന്ന ഒരു പുതിയ പേര് നൽകി ഇടത് ക്യാമ്പ് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആദ്യഘട്ടങ്ങളിൽ അദ്ദേഹം പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള
പടനയിക്കലാണ് നടത്തിയത്. പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എന്നിവയൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ സമീപിച്ചത്. എന്നാൽ അദ്ദേഹത്തിൽ നിന്നും ഒരു അനുകൂല തീരുമാനം എത്താത്തതിനെ തുടർന്ന് അദ്ദേഹം പുറത്തിറങ്ങുന്നു. അപ്പോഴും തനിക്ക് പിതൃതുല്യനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് മറ്റൊരു അൻവറിനെയാണ് നമ്മൾ കാണുന്നത്. MLA സ്ഥാനമൊക്കെ രാജിവെച്ച് പാർട്ടിയോടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. അന്ന് തന്നെ അദ്ദേഹം മത്സരിക്കാനായി തെരഞ്ഞെടുത്ത ഒരു മണ്ഡലം, അല്ലെങ്കിൽ തനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ ഒരു മണ്ഡലം ബേപ്പൂരായിരുന്നു. അന്ന് UDF-ഉമായി പലവട്ടം ചർച്ചകൾ നടത്തി. നിലമ്പൂരിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ താൻ നിർദ്ദേശിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടത്തി. പക്ഷേ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF ഒരു ശക്തമായ നിലപാടായിരുന്നു സ്വീകരിച്ചത്. PV അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുകയോ ധാരണയോ വേണ്ട എന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തു. എന്തായാലും VD സതീശന്റെ അന്നത്തെ ആ നിലപാട് ഒരുപാട് ചർച്ചയായി. കോൺഗ്രസിനുള്ളിൽ നിന്നുള്ള ആളുകൾ അതിനെതിരെ പോലും രംഗത്തെത്തുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അതിനൊക്കെ ശേഷം കാലം ഒരുപാട് മാറിയിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. ആ സമയത്തിന് കുറച്ചു മുമ്പ് തന്നെ PV അൻവറിനെ മുന്നണിയിൽ ചേർക്കുന്ന ഒരു തീരുമാനം UDF എടുക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഒരുപക്ഷെ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി PV അൻവർ ആയിരിക്കാം. സണ്ണി ജോസഫ് കോഴിക്കോട് എത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് PV അൻവർ ബേപ്പൂരിൽ ജയിക്കുമെന്ന് അറിയിച്ചത്. ഇതേ തുടർന്ന് PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കുന്നു എന്ന കാര്യം ഉറപ്പാവുകയും ചെയ്തു. എന്നാൽ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനമായിരുന്നില്ല ഇതെന്ന് പിന്നീട് VD സതീശനടക്കം പറയുകയും ചെയ്തു. എന്നാൽ ആ സമയത്തും വളരെ സജീവമായി മണ്ഡലത്തിൽ പ്രവർത്തനങ്ങളുമായി ഓരോ ഇടങ്ങളിലും ചടങ്ങുകൾ പങ്കെടുക്കുന്നു, പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കുന്നു. മണ്ഡലത്തിലെ ആളുകളുടെ സ്വകാര്യ ചടങ്ങുകളിൽ പോലും പങ്കെടുക്കുന്ന രീതിയിലേക്ക് PV അൻവർ മാറി. രാമനാട്ടുകരയിൽ ഒരു താൽക്കാലിക വീടൊക്കെ എടുത്ത് അവിടെ താമസമാവുകയും ചെയ്തിരുന്നു. എന്തായാലും അന്ന് മുതൽ തന്നെ അൻവർ ബേപ്പൂർ കോട്ട പൊളിക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി നിലയുറപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ നമുക്കറിയാം, മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ അടുത്ത തവണ മത്സരിക്കുന്നത് PA മുഹമ്മദ് റിയാസ് തന്നെ ആവും എന്ന് ഉറപ്പായിരുന്നു. അദ്ദേഹത്തിന് മറ്റു പരിചയപ്പെടുത്തലുകൾ മണ്ഡലത്തിൽ ആവശ്യമില്ല എന്നും പലവട്ടം പറയുകയും ചെയ്തു. അതുകൊണ്ട് താനൊരു പുതിയ ആൾ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള അതിഥിയായല്ല മത്സരിക്കുന്നത്, താൻ മണ്ഡലത്തിൽ തന്നെയുള്ള കോഴിക്കോടുകാരനായ ആൾ തന്നെയാണ് മത്സരിക്കുന്നതെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു. നമ്മൾ ഈ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ 1965 മുതൽ ഇടതുപക്ഷത്തോടൊപ്പം അചഞ്ചലമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. 77-ൽ NP മൊയ്തീൻ എന്ന കോൺഗ്രസ് നേതാവ് ജയിച്ചതൊഴിവാക്കിയാൽ ഇത്രയും തെരഞ്ഞെടുപ്പുകളിൽ പൂർണ്ണമായും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ആളാണ്. VKC മുഹമ്മദ് കോയയും എളമരം കരീമും TK ഹംസയെ പോലുള്ള അധികായരായ ഇടതു നേതാക്കൾ വിജയിച്ച മണ്ഡലം കൂടിയാണ് ബേപ്പൂർ. അവിടുത്തെ ഇടതു കോട്ടയ്ക്ക് യാതൊരു ഇളക്കവും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. നമുക്കറിയാം, കേരളമൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത ചില അപൂർവമായ തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളെ പോലും തോൽപ്പിച്ച ഒരു ഇടം കൂടിയാണ്. 91-ൽ കോലി ബി സഖ്യമെന്ന ആരോപണമൊക്കെ വന്നപ്പോഴും കോൺഗ്രസും ലീഗും BJPയും കൂടി ചേർന്ന് മത്സരിച്ചിട്ട് പോലും ഒരു ഇളക്കം തട്ടാൻ കഴിയാത്ത ഒരിടമാണ്. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെ വിജയം നേടും എന്നത് വലിയ ഒരു ചോദ്യചിഹ്നമായി അൻവറിന്റെ മുന്നിലുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന മറുപടി, താൻ താഴെ തട്ടിലേക്ക് ഇറങ്ങി ആളുകളോടൊപ്പം ഇടപഴകി ജീവിക്കുന്ന ഒരു ആളാണ്. ഇടത് MLA എന്ന രീതിയിൽ കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിലുണ്ടെങ്കിലും പണം സ്വന്തം നിലയിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ ചെലവഴിക്കുന്നതിനപ്പുറം നാട്ടുകാരുടെ വികസനത്തിന് ഉതകുന്ന ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല. ഒപ്പം താഴെത്തട്ടിലെ പ്രവർത്തകരുമായി ഇടപഴകുന്നതിനായി റിയാസ് യാതൊരു ശ്രമങ്ങളും നടത്തിയില്ല. അതുകൊണ്ട് തികഞ്ഞ അസംതൃപ്തി മണ്ഡലത്തിലെ വോട്ടർമാർക്കുണ്ട്. വികസന പരിപാടികളിൽ വലിയ ഒരു പിന്നാക്കാവസ്ഥ ബേപ്പൂരിനുണ്ട്. പാലങ്ങൾ പെയിന്റടിക്കുകയും അതിഥി മന്ദിരങ്ങൾ മൂടിപിടിപ്പിക്കുകയും ചെയ്യുന്നതിനപ്പുറം ജനങ്ങളുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്ന ആശുപത്രികളുടെ വികസനമായാലും സ്കൂളുകളുടെ വികസനമായാലും കോളേജുകളുടെ വികസനമായാലും ഒന്നും കാര്യമായ നടപടികൾ ചെയ്യുന്നില്ല എന്ന ആരോപണമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, മരുമോനിസം പിണറായിസം പോലുള്ള പ്രയോഗങ്ങളിലൂടെയാണ് അൻവർ കളം പിടിക്കുന്നത്. മറുവശത്ത് താൻ ഒറ്റ ദിവസം കൊണ്ട് ഓടിളക്കി വന്നവനല്ല. SFI കാലം മുതൽ, സ്കൂൾ കാലം മുതൽ പ്രവർത്തിച്ച് യുവജന പ്രസ്ഥാനങ്ങളിലൂടെ പാർട്ടിയിലൂടെയൊക്കെ വന്ന ഒരാളാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മരുമോനെന്ന ലേബൽ ഒരു തരത്തിലും താൻ ഉപയോഗിക്കാറില്ല. അത്തരമൊരു ലേബൽ അല്ല തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് പോലും നിയോഗിക്കാൻ കാരണമായതെന്നൊക്കെ റിയാസ് പറയുന്നു. എന്തായാലും വ്യക്തിപരമായ ആക്രമണം റിയാസ് പലപ്പോഴും ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ അൻവറിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും യാതൊരു മയവുമില്ലാത്ത രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് നടക്കുന്നത്. എന്തായാലും
പ്രകാശ് ബാബുവാണ് BJPയുടെ സ്ഥാനാർത്ഥിയായി. സിറ്റി ജില്ലാ പ്രസിഡന്റാണ്, അദ്ദേഹമാണ് അവിടെ മത്സരിക്കുന്നത്. പക്ഷേ 30,000-ൽ താഴെ വോട്ടുകൾ മാത്രമാണ് BJPക്ക് ആ മണ്ഡലത്തിലുള്ളത്. അതുകൊണ്ട് BJPക്ക് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ പെടുന്ന മണ്ഡലമല്ല ബേപ്പൂരിൽ. അവിടെ PV അൻവറും മുഹമ്മദ് റിയാസും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിനാണ് ഇത്തവണ സാക്ഷ്യം വഹിക്കുന്നത്. അഭിലാഷ്. യെസ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി ബേപ്പൂർ മാറുകയാണ്. ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രയോഗങ്ങൾ അതാണ് MS അനീഷ് കുമാർ ചൂണ്ടിക്കാണിച്ചത്. മരുമോനിസം എന്ന പ്രയോഗം, അതുപോലെ പിണറായിസം എന്ന പ്രയോഗം, ഇതൊക്കെ PV അൻവർ ആവർത്തിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ വികസന വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട്, അതായത് നിരവധിയായ റോഡുകൾ, പാലങ്ങൾ, മറ്റ് നിർമ്മാണ പ്രവൃത്തികൾ, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നടന്നിരിക്കുന്നു എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആൾ കൂടിയാണ് മുഹമ്മദ് റിയാസ്. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തിൽ ബേപ്പൂർ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി ഇടതുകോട്ടയായി തുടരുന്ന ബേപ്പൂർ ഒരിക്കൽ കൂടി ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുമോ, അതെയോ ആ കോട്ട പൊളിക്കാൻ PV അൻവറിന് സാധിക്കുമോ എന്നതാണ് ബേപ്പൂരിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.